നമസ്കാരം, ഞാൻ ഉണ്ണികൃഷ്ണൻ. ലൈവ് എഞ്ചിനീയേഴ്സ് കണ്ണൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വിശദീകരിച്ചു തരുന്നത് ചെറു പ്ലോട്ടിലുള്ള കെട്ടിട നിർമ്മാണം, അതായത് 3 സെൻറ്റ് ചോടെയുള്ള പ്ലോട്ടിൽ ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളും നിയമവ്യവസ്ഥകളും. ഇത് ഒരുപാട് പേര് ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അധിക പേർക്കും അറിയേണ്ടത് ഈ 3 സെൻറ്റിൽ കുറഞ്ഞ സ്ഥലത്ത് ഷോപ്പുകൾ നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ നിയമങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത് എന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് ദൈർഘ്യമുള്ള വീഡിയോ ആയിരിക്കും. ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിയമങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. 3 സെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെൻറ്റിലല്ല പഞ്ചായത്തിൻ്റെ കണക്ക് വരുന്നത്, സ്ക്വയർ മീറ്ററിലാണ്. അതായത് 125 സ്ക്വയർ മീറ്ററിൽ കുറഞ്ഞ സ്ഥലം. അത് 125 സ്ക്വയർ മീറ്റർ എന്ന് പറയുമ്പോൾ 3 സെൻറ്റിൽ കുറച്ച് അധികമുണ്ടാകും, കണക്കൂട്ടി പറയുന്നു. അപ്പോൾ 125 സ്ക്വയർ മീറ്ററിൽ കുറവുള്ള പ്ലോട്ടിൽ നമുക്ക് ഏതൊക്കെ കാറ്റഗറിയിൽപ്പെട്ട ഗണങ്ങളിൽപ്പെട്ട കെട്ടിടങ്ങൾ നിർമ്മിക്കാം എന്ന് നോക്കാം. ഒന്ന് താമസത്തിന് വേണ്ടിയിട്ടുള്ളതും, രണ്ടാമത്തത് ഗ്രൂപ്പ് എഫിലുള്ള കമേഴ്സ്യൽ, അതായത് കച്ചവടപരമായിട്ടുള്ള കെട്ടിടങ്ങളും മാത്രമേ നിർമ്മിക്കാൻ അനുവാദമുള്ളൂ. ഇൻഡസ്ട്രിയലൊന്നും ഇതിൽ പറ്റില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഈ 125 ചതുരശ്ര മീറ്ററിൽ കുറഞ്ഞ സ്ഥലത്ത് വാണിജ്യ കെട്ടിടവും താമസ കെട്ടിടവും 3 നിലയും സ്റ്റെയർ കേസ്, അതായത് സ്റ്റെയർ റൂമും, അതിൻ്റെ പരമാവധി ഉയരം 10 മീറ്റർ. അതായത് ആ 10 മീറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റെയർ റൂമിൻ്റെ ക്യാബിൻ കൂട്ടാതെയാണ്. അതായത് നമ്മൾ 2 നില 3 നില എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു ആ നിലയിലേക്ക് പോകാൻ സ്റ്റെയർ ക്യാബിൻ ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ ഉയരം കണക്കിൽ കൂട്ടില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ അതിൻ്റെ അകത്തുള്ള ഇളവുകൾ പറയുന്നത് റൂൾ നമ്പർ 50-3 പറയുന്നുണ്ട്. FSI, കവറേജ്, വഴിയുടെ വീതി, റോഡിൻ്റെ വീതിക്ക് ആനുപാതികമായി കെട്ടിടത്തിൻ്റെ ഉയരം, പിന്നെ പാർക്കിംഗ്, കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളെ സംബന്ധിച്ച അളവുകൾ യഥാക്രമം റൂൾ നമ്പർ 24, 27, 28, 29, കൂടാതെ ചാപ്റ്റർ 5 എന്നിവ ഈ അധ്യായത്തിലെ കെട്ടിടങ്ങൾക്ക് ബാധകമല്ല. അത് വിശദീകരിച്ച് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണ് റൂൾ നമ്പർ 24, എന്താണ് റൂൾ നമ്പർ 27, 28 എന്താണ്, 29 എന്താണ്, എന്താണ് ഈ ചാപ്റ്റർ 5. ചാപ്റ്റർ 5 കുറേ റൂൾസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നൊക്കെ പറയാം. ബാധകമല്ല എന്ന് പറഞ്ഞത് ഈ സംഗതികളൊന്നും വേണ്ടെന്നല്ല, ഇതിൻ്റെ അളവുകളും മറ്റുള്ള കാര്യങ്ങളും ഈ 3 സെൻറ്റിൽ പെടുന്ന കെട്ടിടങ്ങൾക്ക് ബാധകമല്ല എന്ന് മാത്രമേ. സംഗതികളൊന്നും വേണ്ടെന്ന് പറയുന്നില്ല, അളവുകൾ ബാധകമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ദേശീയപാത, സംസ്ഥാന പാത, ജില്ലാ റോഡുകൾ 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 220B പ്രകാരം വിജ്ഞാപനം ചെയ്ത മറ്റ് റോഡുകൾ, 6 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള വിജ്ഞാപനം ചെയ്യാത്ത റോഡുകൾ എന്നിവയിൽ നിന്നും പാലിക്കേണ്ട കുറഞ്ഞ അകലം 3 മീറ്റർ. അത് ഒരു മാറ്റമില്ല. 3 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മീറ്റർ വേണം. അത് വലിയ പ്ലോട്ടായാലും ചെറിയ പ്ലോട്ടായാലും ആ നിയമത്തിൽ മാറ്റമില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. 3 സെൻറ്റാന്ന് വെച്ചിട്ട് ഫ്രണ്ടിൽ റോഡ് പോകുന്നുണ്ടെങ്കിൽ ആ റോഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. പ്ലോട്ടും റോഡും വ്യത്യസ്ത വിധാനത്തിലുള്ള കെട്ടിടത്തിലേക്ക് റോഡിൽ നിന്നും വഴിയായി മേൽക്കൂരിയില്ലാത്ത റാമ്പ്, പാലം, പടികൾ തുടങ്ങിയവ ഒരു നിലയിലേക്ക് മാത്രം ഈ 3 മീറ്ററിനുള്ളിൽ അനുവദനീയമാണ്. മനസ്സിലായല്ലോ? ഈ 3 മീറ്റർ ഡിസ്റ്റൻസ് വിടുന്നുണ്ടല്ലോ, അതിൽ 2 തട്ടാണ് നിങ്ങളെ റോഡും പ്ലോട്ടും എങ്കിൽ അവിടത്തേക്ക് ഒരു സ്റ്റെപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു റാമ്പ്, വണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള റാമ്പായിട്ടോ ചെയ്യുന്നതിനെ കൊണ്ട് റൂളിൽ ഒരു കുഴപ്പമില്ല. പിന്നെ സൺഷെയ്ഡ്, റൂഫ് പ്രൊജക്ഷൻ എന്നിവ 75 സെൻറ്റിമീറ്റർ വരെ അനുവദനീയമാണ്. ഈ മുൻഭാഗത്തെ കാര്യമാണ് പറയുന്നത്.
ഈ 75 സെൻറ്റിമീറ്റർ വരെ അനുവദനീയമാണ്. പിന്നെ അടുത്തത് 6 മീറ്ററിൽ താഴെ വീതിയുള്ള വിജ്ഞാപനം ചെയ്യാത്ത റോഡിൽ നിന്നും കെട്ടിടത്തിലേക്കുള്ള കുറഞ്ഞ അകലം 2 മീറ്റർ. അത് വലിയ പ്ലോട്ടിന് 2 മീറ്റർ മതി. അതുപോലെ തന്നെയാണ് ഇതിന്. പിന്നെ 75 മീറ്റർ നീളത്തിൽ കൂടാത്ത ഇടവഴികളിൽ നിന്നും കെട്ടിടത്തിലേക്കുള്ള കുറഞ്ഞ അകലം 1.5 മീറ്റർ. അത് 7 മീറ്റർ വരെ ഉള്ള കെട്ടിടത്തിന്. അത് 7 മീറ്ററിൽ കൂടുതലുള്ള കെട്ടിടം, ഈ 10 മീറ്റർ വരെയുള്ള കെട്ടിടം എടുക്കാന്ന് പറഞ്ഞില്ല, 7 മീറ്ററിൽ കൂടുതലുള്ള കെട്ടിടത്തിന് വ്യത്യസ്തമായി. തുറസായ സ്ഥലം 200 ചതുരശ്ര മീറ്റർ വരെ ബിൽട്ടപ്പ് ഏരിയ ഉള്ള കെട്ടിടത്തിന് മുൻഭാഗം ശരാശരി 1.8 മീറ്റർ, കുറഞ്ഞത് 1.2 മീറ്റർ. അത് റോഡില്ലാത്തൊരു പ്ലോട്ടിലാണ് പറഞ്ഞത്. അതായത് മുൻഭാഗം റോഡൊന്നുമില്ല, മറ്റുള്ള പ്ലോട്ടാണുള്ളതെങ്കിൽ ശരാശരി 1.8 മീറ്റർ മതിയാവും. പിൻഭാഗം ശരാശരി 1 മീറ്റർ, കുറഞ്ഞത് 50 സെൻറ്റിമീറ്റർ, അതായത് 1/2 മീറ്റർ. പിന്നെ 2 ഭാഗങ്ങൾ വരുന്നുണ്ടല്ലോ, സൈഡ് 1 സൈഡ് 2, അത് രണ്ടും 60 സെൻറ്റിമീറ്റർ വീതം വിടണം. മുൻഭാഗമല്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് ജനലോ വാതിലോ വെന്റിലേറ്ററോ ഇല്ലെങ്കിൽ 50 സെൻറ്റിമീറ്റർ മതിയാകും. 7 മീറ്റർ വരെയുള്ള കെട്ടിടത്തിന് ഏതെങ്കിലും ഒരു പാർശ്വഭാഗവും പിൻഭാഗവും തൊട്ടടുത്ത സ്ഥല ഉടമയുടെ രേഖാമൂലമുള്ള സമ്മതമുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് നിർമ്മിക്കാം. ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി അടുത്തത്, സൺഷെയ്ഡ്, റൂഫ് പ്രൊജക്ഷൻ എന്നിവ തുറസായ സ്ഥലത്തേക്ക് അനുവദനീയമാണ്. തുറസായ സ്ഥലം 60 സെൻറ്റിമീറ്ററിൽ കുറഞ്ഞാൽ പ്രൊജക്ഷൻ പാടില്ല. ശ്രദ്ധിക്കണം. തുറസായ സ്ഥലം 60 സെൻറ്റിമീറ്ററും 1 മീറ്ററിൽ കുറവും ആണെങ്കിൽ 30 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ സാധ്യമാണ്. അതുപോലെ തന്നെ 1 മീറ്ററിനും 1.5 മീറ്ററിനും ഇടയിലാണെങ്കിൽ 60 സെൻറ്റിമീറ്ററിൻ്റെ പ്രൊജക്ഷൻ സാധ്യമാണ്. 1.5 മീറ്ററിൽ അതിൽ കൂടിയതും ആണെങ്കിൽ 75 സെൻറ്റിമീറ്ററിൻ്റെ പ്രൊജക്ഷൻ സാധ്യമാണ്. 1 മീറ്റർ ഉള്ള ഭാഗത്തേക്ക് വാതിൽ അനുവദനീയമാണ്. 60 സെൻറ്റിമീറ്റർ ഉള്ള ഭാഗത്ത് ജനൽ അനുവദനീയമാണ്. ഇതാണ് നോർമലായിട്ട് കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഈ സ്മോൾ പ്ലോട്ടിൽ വരുന്ന നിയമങ്ങൾ. ഇനി നമുക്ക് കീറി മുറിച്ചിട്ട് എന്തൊക്കെ അതിൻ്റെ അകത്ത് ഒഴിവാക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. ഇത് നോർമലായിട്ടുള്ള കാര്യമാണ്. ഇത്ര മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. പക്ഷേ ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങളും കൂടി ഒന്ന് പരിശോധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, 2 ഗണങ്ങളിൽപ്പെട്ട കെട്ടിടങ്ങളെ ഇതിൻ്റെ അകത്ത് ഈ 3 സെൻറ്റിൽ നിർമ്മിക്കാനുള്ള അനുവാദം ഉള്ളൂ എന്ന്. അപ്പോൾ വ്യാപാരം, വാണിജ്യം, അതാണ് ഗണം എഫ്. കമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ, അതിൻ്റെ അകത്ത് എന്തൊക്കെ പെടും എന്നുള്ള കാര്യം നമുക്കൊന്ന് വിശദീകരിക്കാം. സാധനങ്ങളുടെ മൊത്ത ചില്ലറ വിൽപ്പനക്കായി സാധനങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനുമുള്ള ഷോപ്പുകൾ, സ്റ്റോറുകൾ, മാർക്കറ്റുകൾ മുതലായവയ്ക്കുള്ള കെട്ടിടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗം. പിന്നെ ബാങ്കിങ്, ധനകാര്യ സ്ഥാപനങ്ങൾ, ബിസിനസ് സമുച്ചയങ്ങൾ. അടുത്തത് ഡോക്ടർമാർ, ദന്തിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, ആർക്കിടെക്റ്റുകൾ, അഭിഭാഷകർ എന്നീ പ്രൊഫഷണലുകളുടെ പ്രവൃത്തി സ്ഥലങ്ങൾ. അടുത്തത് പാത്തോളജിക്കൽ ലാബുകൾ, ടൈലർ ഷോപ്പുകൾ, വീഡിയോ ഷോപ്പുകൾ, ബാർബർ ഷോപ്പുകൾ, ബ്യൂട്ടി പാർലറുകൾ, ന്യൂസ് സ്റ്റാൻഡുകൾ, പാൽബൂത്തുകൾ, റെസ്റ്റോറൻറ്റുകൾ. അടുത്തത് 3 കുതിരശക്തിയിൽ കവിയാത്ത പവർ മോട്ടോറോ മിഷനോ ഉപയോഗിച്ച് ആർമേച്ചർ വൈൻഡിങ് നടത്തുന്നത് പോലുള്ള ശല്യരഹിതമായ ചെറു സ്ഥാപനങ്ങൾ. ഇനി അടുത്തത് വാഹനങ്ങളുടെ പാർക്കിങ്ങിനും മാത്രം ഉപയോഗിക്കുന്ന പാർക്കിംഗ് കെട്ടിടങ്ങൾ, പാർക്കിംഗ് പ്ലാസകൾ മുതലായവ, അല്ലെങ്കിൽ കെട്ടിടങ്ങൾ, കെട്ടിടത്തിൻ്റെ ഭാഗം. ഇതൊക്കെ ഗ്രൂപ്പ് എഫിൽ പെടുന്ന ഗണങ്ങളാണ്. അതായത് ഇന്ന ഷോപ്പുകളല്ല, അതായത് കച്ചവടം എന്ന് മാത്രം പറയാൻ പറ്റില്ല. അതിൻ്റെ അതായത് ഈ തരത്തിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന കെട്ടിടങ്ങളും ഇതിൽ നിർമ്മിക്കാം എന്നുള്ളത് വാസ്തവം. മറ്റുള്ള ഒരു ഗണത്തിലുള്ള കെട്ടിടം ഇതിൽ പാടില്ല. അതായത് ഒന്ന് റെസിഡൻഷ്യൽ പറഞ്ഞു, ഇത് കമേഴ്സ്യലിൽ പെടുന്ന കെട്ടിടങ്ങളുടെ ഭാഗങ്ങളാണ് ഈ തരത്തിലെല്ലാം പെടുന്ന കെട്ടിടങ്ങൾ കമേഴ്സ്യലിൽ പെടുന്നതാണ്.
കെട്ടിടങ്ങളുടെ ഉയരം എന്നാണ് റൂൾ നമ്പർ 24 പറയുന്നത്. ഏത് കെട്ടിടത്തിന്റെയും അതിന്റെ ഭാഗത്തിന്റെയും പരമാവധി ഉയരം തെരുവിന്റെ വീതിക്കനുസരിച്ച് താഴെ പറയും പ്രകാരം പരിമിതപ്പെടുത്തേണ്ടതാണ്. അതായത് ഏത് കെട്ടിടത്തിന്റെയും അതിന്റെ ഭാഗത്തിന്റെയും പരമാവധി ഉയരം പ്ലോട്ടിനോട് ചേർന്നുള്ള തെരുവിന്റെ വീതിയുടെ ഇരട്ടിയും കെട്ടിടത്തിൽ നിന്നും തെരുവ് വരെയുള്ള തുറസായ സ്ഥലത്തിന്റെ വീതിയുടെ ഇരട്ടിയും ചേർന്നുള്ള തുകയേക്കാളും അധികരിക്കരുത്. ആ ഒരു നിയമം ഈ 3 സെന്റിലുള്ള പണിയുന്ന ആ കെട്ടിടത്തിന് ബാധകമല്ല. റൂൾ നമ്പർ 27 ഇതിന് ബാധകമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് റൂൾ നമ്പർ 27 എന്ന് നോക്കാം. അതായത് കവറേജ് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. ഓരോ ഒക്കുപ്പൻസിക്കും അനുവദനീയമായ കവറേജിന്റെ പരമാവധി ശതമാനം കെട്ടിടത്തിന്റെ ഫുട്പ്രിന്റിൽ പരിമിതപ്പെടുത്തേണ്ടതാണ്. ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്നത് നിർമ്മാണം നടത്താവുന്ന വിസ്തീർണത്തിന്റെ പരിധിയെ പരിമിതപ്പെടുത്തുന്നതാണ്. അത് FSI എന്ന് പറയുന്നത് എല്ലാ നിലകളുടെയും ആകെ തറവിസ്തീർണത്തിന് പ്ലോട്ടിന്റെ വിസ്തീർണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് FSI. ആ FSI ഈ ചെറു പ്ലോട്ടിലുള്ള കെട്ടിടത്തിന് ബാധകമല്ല. പ്രവേശന മാർഗം എന്നതാണ്, അതായത് ആക്സസ്, റൂൾ നമ്പർ 28. ഈ ചട്ടങ്ങളിൽ എവിടെയെങ്കിലും പ്രത്യേകമായി സൂചിപ്പിക്കാത്ത പക്ഷം കെട്ടിടത്തിലേക്കും പ്ലോട്ടിലേക്കുമുള്ള പ്രവേശന മാർഗത്തിൻ്റെയും പ്രധാന തെരുവിൽ നിന്നും പ്ലോട്ടിലേക്ക് പ്രവേശനം നൽകുന്ന നിലവിലുള്ള തെരുവിൻ്റെയും കുറഞ്ഞ വീതി ടേബിൾ 7, 8, 8A എന്നിവയിൽ നൽകിയതുപോലെ ആകേണ്ടതാണ്. അതായത് മറ്റുള്ള കെട്ടിടങ്ങൾക്കെല്ലാം പ്രവേശന വീതി ഓരോ കെട്ടിടത്തിനും ഓരോ തരത്തിലാണ്, അതിൻ്റെ വിസ്തീർണം അനുസരിച്ചിട്ട്. അത് ഈ 3 സെന്റിലുള്ള കെട്ടിടത്തിന് ബാധകമല്ല. മനസ്സിലായില്ല? റൂൾ നമ്പർ 29. റൂൾ നമ്പർ 29 എന്താണെന്ന് നോക്കാം. പാർക്കിങ്ങിനും കയറ്റിറക്കത്തിനുമുള്ള സ്ഥലങ്ങൾ. ഇത് രണ്ടും ഈ 3 സെന്റിലുള്ള കെട്ടിടത്തിന് ബാധകമല്ല. അതായത് മോട്ടോർ കാറുകൾ പാർക്ക് ചെയ്യുന്നതിനുള്ള തെരുവ് വിട്ടുള്ള ഓരോ പാർക്കിംഗ് സ്ഥലത്തിൻ്റെയും അളവ് 5.5 മീറ്റർ ഇൻറ്റു 2.7 മീറ്ററിൽ കുറയരുത്. ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിങ്ങിനായുള്ള തെരുവ് വിട്ടുള്ള ഓരോ പാർക്കിങ്ങിനുമുള്ള വിസ്തൃതിയുടെ ആവശ്യകതകൾ യഥാക്രമം 3 ചതുരശ്ര മീറ്ററും 1.5 ചതുരശ്ര മീറ്ററും ആയിരിക്കേണ്ടതാണ്. ഇതൊന്നും ഈ പ്ലോട്ടിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ബാധകമല്ല. റൂൾ നമ്പർ ഇത്ര വരെയുള്ള പറഞ്ഞു. ഇനി അടുത്തത് ചാപ്റ്റർ 5 എന്നുള്ളത് ഇതിന് ബാധകമല്ല എന്ന് പറയുന്നത്. ചാപ്റ്റർ 5 ഒരുപാട് നിയമങ്ങൾ റൂളും ഉണ്ട്. അത് ഓരോന്നോരായിട്ട് പറഞ്ഞു തരാം. അതായത് റൂൾ നമ്പർ 32 മെസാനിയൻ ഫ്ലോർ. ആ മെസാനിയൻ ഫ്ലോറിന്റെ ഹെഡ് റൂം 2.2 മീറ്ററിൽ കുറയരുത് എന്നുള്ളത് ഒരു നിയമമുണ്ട് കോമൺ ആയിട്ട്. അത് ഇതിന് ബാധകമല്ല. ഇതിന് മെസാനിയൻ ഫ്ലോർ ഉണ്ടെങ്കിൽ ഈ ഹെഡ് റൂമിൻ്റെ ഹൈറ്റ് ഇതിന് ബാധകമല്ല. പിന്നെ റൂൾ 33 മുറിയുടെ ഉയരം, ഹൈറ്റ് ഓഫ് റൂം. വാസഗൃഹ ഒക്കുപ്പൻസിയും കന്നുകാലി, പോൾട്രി ഫാം എന്നിവയും ഒഴികെയുള്ള ഒരു കെട്ടിടത്തിലെ മനുഷ്യ പ്രവേശനത്തിനായി ഉദ്ദേശിക്കുന്ന മുറിയുടെ ഉയരം 3 മീറ്ററിൽ കുറയരുത്. എയർ കണ്ടീഷൻ ചെയ്ത മുറികൾക്ക് ആയത് 2.4 മീറ്ററിൽ കുറയരുത്. ഇത് രണ്ടും ഈ 3 സെന്റിൽ എടുക്കുന്ന കെട്ടിടത്തിന് ബാധകമല്ല. അടുത്ത നിയമം റൂൾ നമ്പർ 34 ശുചിത്വ സൗകര്യങ്ങൾ, സാനിറ്റേഷൻ ഫെസിലിറ്റീസ്. കുളിമുറിയുടെയും കക്കൂസിൻ്റെയും വലിപ്പം, സൈസ് ഓഫ് ബാത്റൂം ആൻഡ് ലാട്രിൻ. കുളിമുറി ഇരുവശങ്ങളിലും 1.1 മീറ്ററിൽ കുറയാതെ 1.5 ചതുരശ്ര മീറ്ററിൽ കുറയാത്ത വലിപ്പം കുളിമുറിക്ക് ഉണ്ടാകേണ്ടതാണ്. ഇനി കക്കൂസ് ഒരു വശത്ത് 1 മീറ്ററിൽ കുറയാതെ 1.1 ചതുരശ്ര മീറ്ററിൽ കുറയാത്ത വലിപ്പം കക്കൂസിനും ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരു വശത്ത് 1.1 മീറ്ററിൽ കുറയാതെ 2.2 ചതുരശ്ര മീറ്ററിൽ കുറയാത്ത വലിപ്പം ഒന്നിച്ചുള്ള കുളിമുറിക്കും കക്കൂസിനും ഉണ്ടാകേണ്ടതാണ്. കുളിമുറിയുടെ
അല്ലെങ്കിൽ കക്കൂസിൻ്റെ ഉയരം 2.2 മീറ്ററിൽ കുറയരുത്. ഇതൊന്നും ഈ 3 സെൻറ്റ് ഭൂമിയിൽ എടുക്കുന്ന കെട്ടിടത്തിന് ബാധകമല്ല. അതായത് സൈസ് കുറച്ച് കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഇതിൽ പെർമിറ്റ് കിട്ടും, നമ്പറും കിട്ടും. ഹൈറ്റും കുറച്ച് ഇത്തിരി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്പറും കിട്ടും, പെർമിറ്റും കിട്ടും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈറ്റ് കുറയ്ക്കരുത്. ഒരാൾക്ക് നിൽക്കേണ്ട സ്ഥലത്തിലൊക്കെ ടോയ്ലറ്റിന് വേണം ഹൈറ്റ്. അല്ലാണ്ട് 1.5 മീറ്റർ ഹൈറ്റിലാക്കിയിട്ട് നിങ്ങൾ പെർമിറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ പെർമിഷൻ കിട്ടില്ല. ഒരാൾക്ക് നിൽക്കണ്ട 2.2 മീറ്റർ എന്നുള്ളത് 2 മീറ്റർ ആയാലും കുഴപ്പമില്ല, 2.1 ആയാലും കുഴപ്പമില്ല. ആ കാര്യം ശ്രദ്ധിക്കുക. ശുചിത്വ സൗകര്യങ്ങൾ കണക്കാക്കൽ, കാൽക്കുലേഷൻ ഓഫ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, അതൊന്നും ഈ പ്ലോട്ടിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ബാധകമല്ല. ഇനി റൂൾ നമ്പർ 35, കോണികളും അഗ്നിരക്ഷാ കോണികളും. സ്റ്റെയർ കേസസ് ആൻഡ് ഫയർ എസ്കേപ്പ് സ്റ്റെയർ കേസസ്. കോണികൾ ഒന്നിൽ കൂടുതൽ നിലകളുള്ള ഏതൊരു കെട്ടിടത്തിനും ഓരോ നിലയിലേക്കും നിലത്തുനിന്നും സ്വതന്ത്രമായി എത്തുവാൻ മാർഗമില്ലെങ്കിൽ ഒരു കോണി നൽകേണ്ടതാണ്. അത് ഇതിനും ബാധകമാണ്. കോണിപ്പടികളുടെ എണ്ണവും വീതിയും ചട്ടങ്ങളിലെ ടേബിൾ 16 നൽകിയിട്ടുള്ള ആൾപ്പാർപ്പ് ഭാരത്തിനനുസൃതമായി തീരുമാനിക്കേണ്ടതും 2 കോണികൾ പരമാവധി സഞ്ചാര ദൂരം 60 മീറ്ററിൽ കൂടുവാൻ പാടില്ലാത്തതും ആകുന്നു. അത്തരം കോണിപ്പടികളുടെ കുറഞ്ഞ വീതി 1.20 മീറ്റർ ആകേണ്ടതാണ്. ചവിട്ടുപടിയുടെ കുറഞ്ഞ വീതി 30 സെൻറ്റിമീറ്റർ ആകേണ്ടതാണ്. ചവിട്ടുപടിയുടെ പരമാവധി ഉയരം 15 സെൻറ്റിമീറ്റർ ആകേണ്ടതാണ്. കൈവരിയുടെ കുറഞ്ഞ ഉയരം 90 സെൻറ്റിമീറ്റർ ആകേണ്ടതാണ്. കോണിയുടെ താഴെയുള്ള ഇടനാഴിയിലുള്ള ഹെഡ്റൂം 2.2 മീറ്റർ ആകേണ്ടതാണ്. ബേസ്മെന്റ് ഫ്ലോറുകൾ ഉൾപ്പെടെ 3 നിലകളിൽ കൂടുതലുള്ള ഏതൊരു കെട്ടിടത്തിലും ഏറ്റവും കുറഞ്ഞത് 2 കോണിപ്പടികൾ ഉണ്ടാകേണ്ടതും അതിൽ ഒന്ന് അഗ്നിരക്ഷാ കോണിപ്പടി ആകേണ്ടതുമാണ്. കോണിപ്പടികൾക്ക് പകരം എസ്കലേറ്ററുകൾ ഘടിപ്പിക്കാവുന്നതാണ്. അത്തരം എസ്കലേറ്ററുകളുടെ വീതി 1 മീറ്ററിൽ കുറയാൻ പാടുള്ളതല്ല. ഇതൊന്നും ഈ 3 സെന്റിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്ക് ബാധകമല്ല. ആദ്യമേ പറയട്ടെ. സ്റ്റെയർ കേസ്, അതായത് കോണിപ്പടിയുടെ വീതി 1.20 വേണമെന്ന് പറയുന്നത്, ആ 1.20 ഇല്ല, 75 സെൻറ്റിമീറ്റർ ആയാലും നിങ്ങൾക്ക് നമ്പർ കിട്ടും, പെർമിറ്റ് കിട്ടും. ആ കാര്യം ഓർമ്മിക്കുക. പിന്നെയുള്ളത് റൂൾ നമ്പർ 37, നിർഗമന കവാടത്തിൻ്റെ വീതി, അതായത് എക്സിറ്റ് വിഡ്ത്ത്. ഏത് നിർഗമന കവാടത്തിൻ്റെയും നിർഗമനത്തിൻ്റെ ശേഷി അളക്കുന്നതിനുള്ള നിർഗമന കവാട വീതിയുടെ യൂണിറ്റ് 50 സെൻറ്റിമീറ്റർ ആയിരിക്കുന്നതാണ്. 25 സെൻറ്റിമീറ്ററിൻ്റെ പൂർണ്ണ വീതി ഒരു അധിക അർദ്ധ യൂണിറ്റായി കണക്കാക്കാവുന്നതാണ്. 25 സെൻറ്റിമീറ്ററിൽ കുറഞ്ഞ വീതി നിർഗമന കവാട വീതിയായി കണക്കാക്കുവാൻ പാടില്ലാത്തതുമാണ്. ഈ പ്ലോട്ടിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്ക് ഈ നിയമം ബാധകമല്ല. ഇനി റൂൾ നമ്പർ 38, പ്രവേശന വാതിലുകൾ, ഡോർവേസ്. ഓരോ നിർഗമന വാതിലും തുടർച്ചയായതും സുരക്ഷിതവുമായ നിർഗമന മാർഗമുള്ള അടച്ചുകെട്ടിയ ഒരു കോണിയിലേക്കോ ഒരു സമാന്തര നിർഗമന വാതിലിലേക്കോ ഒരു ഇടനാഴിയിലേക്കോ തുറക്കേണ്ടതാണ്. വാസഗൃഹ ഒക്കുപ്പൻസിയുടെ നിർഗമന വാതിൽ 75 സെൻറ്റിമീറ്ററിലും മറ്റുള്ള എല്ലാ ഒക്കുപ്പൻസിയുടെയും കാര്യത്തിൽ 1.2 മീറ്ററിലും കുറയാൻ പാടുള്ളതല്ല. ഇത് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് ബാധകമല്ല. റൂൾ 39, ഇടനാഴികൾ, വരാന്തകൾ, നടവഴികൾ, കോറിഡോർ, വരാന്താസ് ആൻഡ് പാസേജ് വേസ്. ഏതൊരു കെട്ടിടത്തിൻ്റെയും ഏതൊരു ഭാഗത്തുമുള്ള ഇടനാഴിയുടെയോ വരാന്തയുടെയോ നടവഴിയുടെയോ വീതി 1 മീറ്ററിൽ കുറയുവാൻ പാടുള്ളതല്ല. കോണിയിലേക്കുള്ള പ്രവേശന മാർഗങ്ങളുടെ വീതി ഒരു സ്ഥലത്തും കോണിയുടെ വീതിയേക്കാൾ കുറയരുത്, കോണിയുടെ വീതിയേക്കാൾ കുറവാകരുത്. ഇതും ഈ കെട്ടിടത്തിന് ബാധകമല്ല.
റൂൾ നമ്പർ 40, ലിഫ്റ്റ് അല്ലെങ്കിൽ എസ്കലേറ്റർ. ഗ്രൂപ്പ് സി ആശുപത്രി മെഡിക്കൽ ഒക്കുപ്പൻസിയിലെ 3 നിലയിൽ കൂടുതലുള്ളതും മറ്റ് ഒക്കുപ്പൻസികളുടെ കാര്യത്തിൽ 4 നിലകളിൽ കൂടുതലുള്ളതുമായ ഏതൊരു കെട്ടിടത്തിലും ഒരു ലിഫ്റ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് ഈ കെട്ടിടത്തിന് ബാധകമല്ല. ഇനി റൂള് 41, ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻസ്. ഓരോ വാസയോഗ്യമായ മുറിക്കും പുറത്തെ അന്തരീക്ഷവുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്താൽ പ്രകാശവും വായുവും ഫലപ്രദമായി കടന്നു വരുവാനുള്ള വിധത്തിൽ ജനലുകൾ, വെന്റിലേറ്ററുകൾ മുതലായവ ആവശ്യത്തിന് ഉണ്ടാകേണ്ടതും അല്ലാത്തപക്ഷം കൃത്രിമ മാർഗങ്ങളിലൂടെ വെളിച്ചവും വായുവും ലഭ്യമാക്കേണ്ടതുമാണ്. കൃത്രിമമായി വെളിച്ചം ലഭ്യമായിട്ടില്ലെങ്കിൽ മുറിയുടെ ഒരു ഭാഗം വെളിച്ചം കടന്നു വരാൻ ഉദ്ദേശിക്കുന്ന തുറക്കലുകളിൽ നിന്ന് 7.5 മീറ്റർ ദൂരം ആണെങ്കിൽ ആ ഭാഗം പ്രകാശമെത്തുന്ന ഭാഗമായി കണക്കാക്കാവുന്നതല്ല. 3 മീറ്ററിൽ കവിയാത്ത വീതിയുള്ള വരാന്തയുടെ മുഴുവൻ നീളവും 3 മീറ്ററിൽ കവിയാത്ത തുറസായ സ്ഥലത്തേക്ക് തുറന്നിരുന്നാൽ വരാന്തയിലേക്ക് തുറന്നിരിക്കുന്ന ജനാലകളും വെന്റിലേറ്ററുകളും ബാഹ്യ അന്തരീക്ഷവുമായി സമ്പർക്കമുള്ളതായി കരുതാവുന്നതാണ്. വരാന്തയുടെ തുറന്നിരിക്കുന്ന ഭാഗത്ത് ട്രെല്ലിസിംഗ്, മെഷ്, ഗ്രില്ല് അല്ലെങ്കിൽ വല എന്നിവ നൽകാവുന്നതാണ്. വാസയോഗ്യമായ മുറികൾക്കുള്ള മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഓരോ അടുക്കളയ്ക്കും വായുസഞ്ചാരം ഉണ്ടാകേണ്ടതും പുകയില്ലാത്ത വിധത്തിലുള്ള അംഗീകൃത സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പുകയും ചൂടുള്ള വായുവും പുറത്തു പോകുന്നതിനുള്ള പുകക്കുഴൽ ഉണ്ടാക്കേണ്ടതാണ്. ഓരോ കുളിമുറിക്കും അല്ലെങ്കിൽ കക്കൂസിനും മിതമായ വെളിച്ചവും വായുവും സഞ്ചാരവും നൽകേണ്ടതാണ്. അപ്പോൾ ഇതൊന്നും ഈ കെട്ടിടത്തിന് ബാധകമല്ല. ഇനി അടുത്തത് റൂൾ നമ്പർ 42, ഭിന്നശേഷിക്കാർ, മുതിർന്നവർ, കുട്ടികൾ എന്നിവർക്കുള്ള സൗകര്യങ്ങൾ. പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള A2, B, C, D, E, F, G എന്നീ വിനിയോഗ ഗണത്തിൽപ്പെട്ട എല്ലാ കെട്ടിടങ്ങൾക്കും, ഗണം A1ലെ എല്ലാ അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾക്കും, പാർപ്പിട ഫ്ലാറ്റുകളിലും ഭിന്നശേഷിക്കാർ, മുതിർന്നവർ, കുട്ടികൾ എന്നിവർക്കായി താഴെ പറയുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതാണ്. നമ്മളുടെ ഗണം F ആണ്. അത്തരത്തിലുള്ള ഓരോ കെട്ടിടത്തിലും പ്രധാന കവാടത്തിലേക്ക് റാമ്പിലൂടെ ഉള്ള സുഗമമായ പ്രവേശന മാർഗം ഉണ്ടാകേണ്ടതാണ്. നിർമ്മിത വിസ്തൃതി 1000 ചതുരശ്ര മീറ്ററിൽ കൂടുതലുള്ള ഓരോ പൊതു കെട്ടിടത്തിലും 2500 ചതുരശ്ര മീറ്ററിൽ കൂടുതലുള്ള പാർപ്പിട ഫ്ളാറ്റുകൾക്കും ഓരോ നിലയിലും ലിഫ്റ്റോ റാമ്പിലൂടെയുള്ള പ്രത്യേക മാർഗമോ ഭിന്നശേഷിക്കാരെയും മുതിർന്നവരെയും ലക്ഷ്യമിട്ട് ഉണ്ടാകേണ്ടതാണ്. അത്തരം ലിഫ്റ്റിന്റെ കുറഞ്ഞ കേജ് അളവുകൾ താഴെ പറയും പ്രകാരം ആയിരിക്കേണ്ടതാണ്. വ്യക്തമായ ആന്തരിക വീതി 110 സെന്റിമീറ്റർ, വ്യക്തമായ ആന്തരിക ആഴം 200 സെന്റിമീറ്റർ, പ്രവേശന കവാടത്തിന്റെ വീതി 90 സെന്റിമീറ്റർ. ഭിന്നശേഷിക്കാർ, മുതിർന്നവർ, കുട്ടികൾ എന്നിവർക്ക് വേണ്ടിയുള്ള റാമ്പ് മാർഗത്തിന്റെ പരമാവധി ചെരിവ് 12-1 കൂടുവാൻ പാടില്ലാത്തതും വഴുക്കലില്ലാത്ത വസ്തു ഉപയോഗിച്ച് പൂർത്തീകരിച്ചതും ആയിരിക്കണം. റാമ്പിന്റെ കുറഞ്ഞ വീതി 1.2 മീറ്റർ ആകേണ്ടതും ഇരുവശങ്ങളിലും 80 സെന്റിമീറ്റർ ഉയരത്തിൽ കൈവരി ഉണ്ടാകേണ്ടതുമാണ്. കൈവരിയിൽ നിന്നും അടുത്തുള്ള ചുമരിലേക്കുള്ള കുറഞ്ഞ അകലം 50 മില്ലിമീറ്റർ ആകേണ്ടതാണ്, 5 സെന്റിമീറ്റർ. ഒരു കെട്ടിടത്തിനുള്ള അത്തരം എല്ലാ റാമ്പുകളുടെ ചെരിവും ഒരുപോലെ ആകേണ്ടതാണ്. റാമ്പിനരികെ കുറഞ്ഞത് 120 സെന്റിമീറ്റർ × 150 സെന്റിമീറ്റർ അളവിൽ പ്രവേശന ലാൻഡിംഗ് നൽകേണ്ടതാണ്. അപ്പോൾ ഇത് സംഗതികൾ വേണം. പക്ഷെ ഇതിൻ്റെ വലിപ്പം, അതായത് എന്ന് പറഞ്ഞാൽ 1.20 റാമ്പിൻ്റെ വീതി പറയുന്നത് 1.20 ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ റാമ്പ് വേണം. റാമ്പിൻ്റെ ഈ സൈസ് പറയുന്ന സൈസ് കുറഞ്ഞാലും ഈ സാധനങ്ങൾ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ടോയ്ലറ്റുകൾ ഭിന്നശേഷിക്കാർക്കും മുതിർന്നവർക്കുമായി ഉചിതമായ അടയാളങ്ങളോട് കൂടിയ
എളുപ്പത്തിൽ എത്താവുന്ന സ്ഥലത്ത് ഒരു വാഷ് ബേസിൻ ഉൾപ്പെടെ കുറഞ്ഞത് ഒരു പ്രത്യേക വാട്ടർ ക്ലോസറ്റെങ്കിലും സജ്ജീകരിക്കേണ്ടത് ആണ്. അത്തരം പ്രത്യേക ടോയ്ലറ്റുകൾ A1, A2, B, C, D, E, F, J ഒക്കുപ്പൻസികളിൽ നിലകളിലും A2, B, C, D, E, F, J ഒക്കുപ്പൻസികളിൽ ഓരോ 3 നിലകൾക്കും 1 എന്ന ക്രമത്തിലും സജ്ജീകരിക്കേണ്ടതാണ്. ടോയ്ലറ്റുകളുടെ കുറഞ്ഞ വലിപ്പം 1.5 മീറ്റർ ഇൻറ്റു 1.75 മീറ്റർ ആകേണ്ടതാണ്. അതായത് ഭിന്നശേഷിക്കാർക്കുള്ള ടോയ്ലറ്റുകളുടെ വലിപ്പം ഈ 3 സെൻറ്റിൽ എടുക്കുന്ന കെട്ടിടങ്ങൾക്ക് പാലിക്കണമെന്നില്ല. അത് ഇത്തിരി കുറഞ്ഞു പോയി കഴിഞ്ഞാലും ടോയ്ലറ്റ് വേണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ആ സൈസ് കൃത്യമായിട്ട് പാലിക്കണമെന്നില്ല. അല്ല, മറ്റുള്ള പ്ലോട്ടിലെടുക്കുന്നതിന് ഈ സൈസ് കൃത്യമായിട്ടും പാലിച്ചിരിക്കാം. പിന്നെ പാർക്കിംഗ് സൗകര്യങ്ങൾ. കെട്ടിടത്തിൻ്റെ കവാടത്തിൽ നിന്നും പരമാവധി 30 മീറ്റർ യാത്രാ ദൂരത്തിൽ ഭിന്നശേഷിക്കാർക്ക് മാത്രമായി കവാടത്തിന് സമീപം ആവശ്യമായ പാർക്കിങ്ങിൻ്റെ 3% കുറഞ്ഞത് ഒരു കാറിനുള്ള സ്ഥലം എന്നത് വിധേയമായി പാർക്കിംഗ് സ്ഥലം ഏർപ്പെടുത്തേണ്ടതാണ്. അത്തരത്തിലുള്ള പാർക്കിംഗ് ബേയുടെ കുറഞ്ഞ വീതി 3.6 മീറ്റർ ആയിരിക്കേണ്ടതാണ്. അത് ഈ 3 സെൻറ്റിൽ എടുക്കുന്ന കെട്ടിടത്തിന് ബാധകമല്ല. ഇത്രയും കാര്യങ്ങളാണ് വിശദമായി പറയുമ്പോൾ പറയാനുണ്ടായിരുന്നത്. സമയം ഒത്തിരി അതിക്രമിച്ചു എന്ന് തോന്നുന്നു. വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോയി. എന്നാലും ഈ നിയമങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ കമേഴ്സ്യൽ ബിൽഡിങ്, അതായത് ഷോപ്പുകൾ അതുപോലുള്ള കാര്യങ്ങൾ ഈ 3 സെൻറ്റിൽ നിർമ്മിക്കുമ്പോൾ ഇങ്ങനെയുള്ള സൗജന്യങ്ങളൊക്കെ നമുക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ചില പഞ്ചായത്തുകളിൽ ഓവർസിയർമാർ നിയമങ്ങൾ അറിയാതെ നിങ്ങൾ ആ റാമ്പിന് വീതിയില്ല, നിങ്ങൾ ഡിസേബിൾഡ് ടോയ്ലറ്റിന് സൈസ് കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിയമങ്ങൾ ഇങ്ങനെയൊക്കെയുണ്ട്. ഇന്നത്തെ ഈ അറിവ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. പുതിയ അറിവുമായിട്ട് കാണാം. അതുവരെ ബൈ.